നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 17-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 1-ാം തീയതി. കർക്കടകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രപഞ്ചത്തിൽ തന്നെ പലതരത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഈ സമയത്ത് പണ്ടേ തൊട്ട് ആചാര്യന്മാർ പ്രാർത്ഥന കൂട്ടാനും, പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുന്ന ഒന്നാണ് പ്രാർത്ഥനയിലൂടെ. ശാരീരിക ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി മാനസിക ശക്തിയും ദൈവീയ പവറിലൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്ന് ഇപ്പോൾ രാമായണ മാസമായിട്ടും അതുപോലെ മാസ ആചരണമായിട്ട് പ്രാർത്ഥനാ മാസമായിട്ട് അതിനെ എടുക്കും കർക്കിടക മാസത്തെ. അതുപോലെ തന്നെ ആചാര്യന്മാർ ശാരീരികമായി ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമുള്ളവർക്കെല്ലാം രോഗം ഇളവുന്ന സമയമാണ് ഈ സമയം. അതായത് പ്രപഞ്ചത്തിൽ തന്നെ മാറ്റം വരെയാണ്. അപ്പോൾ ചെറിയ ചെറിയ അസുഖമുള്ളവർക്ക്, ചില ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്കെല്ലാം ഇളവും. ആസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അസുഖം കൂടുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത് വരുന്ന സമയം ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ആചാര്യന്മാർ ശരിക്കും കർക്കിടക ചികിത്സ, അതുപോലെ കർക്കിടക ചികിത്സയ്ക്കൊപ്പം തന്നെ നമുക്ക് കർക്കിടക കഞ്ഞി ഇവയൊക്കെ നമ്മൾ കൊടുത്ത് ഈ ദോഷത്തിൽ നിന്ന്, ത്രിദോഷങ്ങളെയും വാതം പിത്തം കഫം ഈ ത്രിദോഷങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിച്ച് പോകാൻ വരുത്തും. ഈ മൂന്നിനെയും നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കർക്കിടക ചികിത്സ ചെയ്യണത്. അത് മരുന്നിന് പ്രാധാന്യം, കർക്കിടക കഞ്ഞിക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം നമ്മൾ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു രീതിയാണ് ശരിക്ക് ആയുർവേദ ചികിത്സ. അതിന് അവരവർക്ക് കിട്ടുന്ന സമയം, കുറച്ച് സമയമെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയേ ഉള്ളൂ, അല്ലെങ്കിൽ 5 ദിവസമേ ഉള്ളൂ, 2 ദിവസമേ ഉള്ളൂ എന്ന് നോക്കരുത്. നിങ്ങൾ കുറച്ച് കർക്കിടക കഞ്ഞിയും കഴിച്ച് ഇതും ചെയ്യണമെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി നിൽക്കും. അതിനു വേണ്ടി ഈ സമയത്തെ വിനിയോഗിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ കർക്കിടകം 1 അതിനൊപ്പം ഇന്നത്തെ നല്ലൊരു ദിവസമാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഈ ദിവസം എടുക്കാം. കാരണം നമുക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, നക്ഷത്രം രേവതി നക്ഷത്രമാണ്, നല്ല നക്ഷത്രം, വ്യാഴാഴ്ച. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് 1 വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യദായകമായ 1 വർഷം തന്നെയായിരിക്കും. കാരണം സന്തോഷപ്രദമായ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും. ബാധ്യതയിൽ നിന്നൊക്കെ രക്ഷപ്പെടും. കടബാധ്യതയിൽ മുഴുകി കിടക്കുന്നവർക്ക് അതിൽ നിന്ന് കുറച്ചേറെ മോചനം ഉണ്ടാവും. അതുപോലെ ജോലിയിൽ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പുരോഗതി വരും. പ്രൊമോഷൻ കിട്ടും. മറ്റ് ഇൻക്രിമെൻറ്റുകൾ ബ്ലോക്കായി കിടക്കുന്നവർക്ക് കിട്ടും. സാമ്പത്തിക കുടിശ്ശികയായിട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം വരും. ഇതിനെല്ലാം കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 4 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. അതേപോലെ 2 മണി 4 മിനിറ്റ് തൊട്ട് 3 മണി 38 മിനിറ്റ് വരെ ആണ് രാവുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും, ഈ 2 സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 9:23 തൊട്ട് 10:57 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:15 തൊട്ട് 7:49 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 7 മിനിറ്റ് തൊട്ട് 12:55 വരെ, 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഉച്ചയ്ക്ക് 4 ഈ ഇടയ്ക്കുള്ള 4 മിനിറ്റ് പോയിട്ട് 44 മിനിറ്റും നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ സൂക്ഷിക്കണം. പ്രധാനമായിട്ട്
മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ സ്വർണ്ണ കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.